അതോ ഏതോ ഒരു മരമണ്ടൻ ഇരുന്ന് അയാളുടെ പറമ്പിൽ പോകാനും അയാളുടെ പാടത്ത് പോയി ഇറക്കാനും അല്ലെങ്കിൽ അയാളുടെ ആ പഞ്ചായത്തിൽ തന്നെയുള്ള പള്ളിപ്പിടുത്തി പഠിപ്പിക്കാൻ പോകുന്ന ആൾക്ക് ഇനി ട്രെയിനിലും കയറിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് അയാൾ എടുത്തതാണോ അതിന് വരാനിരിക്കുന്ന തലമുറ ഒന്നും സ്പീഡിൽ യാത്ര ചെയ്യേണ്ടതാണ്? LD ക്ലാർക്ക് അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പത്മനാഭൻ തന്നിട്ടുണ്ട്. അവിടുത്തെ LD ക്ലാർക്കായിട്ടിരിക്കേണ്ട ഒരു ഗതികേട് ഇതുവരെ വന്നിട്ടില്ല. മോഡി ആസ് എ പേഴ്സൺ ഈസ് എ ഗുഡ് ലീഡർ. അദ്ദേഹം ആ ലീഡർഷിപ്പ് വളർത്തിയെടുക്കാനായിട്ട് വളരെയേറെ പരിശ്രമിച്ചു. അത് വിജയിക്കുകയും ചെയ്തിരിക്കുകയാണ്. BJPക്ക് വേണ്ടി അധിക പ്രസംഗവും നടത്തുന്ന സുരേഷ് ഗോപി വിവരക്കേട് ഒരുപാട് പറയുന്നുണ്ട്. ബ്രാഹ്മണനായി ജനിക്കണം എന്ന് ആളുകൾ ചിരിച്ചു തള്ളും. ഇപ്പോൾ ഒരു ദിവസം പൊറോട്ട കഴിച്ചിട്ട് ഒരു ദിവസം ബീഫ് കഴിച്ചിട്ടൊന്നും ക്യാൻസർ ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ എന്നെ ഇനി ജാതി പഠിപ്പിക്കാൻ ഞാൻ ജാതി വരി പിടിച്ചെന്ന് പറഞ്ഞാൽ അത് സംതിങ് റോങ് വിത്ത് ദം. ഇത് സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. Because personality cult can be, that's all I can say generally, can be very harmful to especially a communist movement. നേരത്തെ ഉത്തരേന്ത്യയിലൊക്കെ മൃദു ഹിന്ദുത്വമാണ് അവരുടെ നിലപാട്. തീവ്ര ഹിന്ദുത്വത്തിനെതിരെ മൃദു ഹിന്ദുത്വമായിട്ടാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ മത്സരിച്ചത്. അതുകൊണ്ടാണ് ദയനീയ പരാജയം ഏറ്റുവാങ്ങിയത്. ഇന്ത്യയുടെ പോലും പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കാൻ യോഗ്യതയുള്ള ആളാണ്. പക്ഷേ കൂട്ടത്തിൽ നിൽക്കുന്നത് സമ്മതിക്കാനും പിന്നെ ABPക്ക് പിന്നെ രക്ഷാബന്ധനൊക്കെ കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതും കിട്ടിയിട്ട് ആദ്യമായിട്ട് എൻ്റെ നാട്ടിലിറങ്ങിയ ഒരാൾ ഞാൻ. കംപ്ലീറ്റ് കമ്മ്യൂണിസ്റ്റ് നടുവിൽ പിന്നെ ഈ ചരണം കിട്ടിയിട്ട് ഇറങ്ങിയപ്പോൾ എല്ലാവരും ഭയങ്കര പ്രശ്നമായിരുന്നു. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിലെ ജാതി ചിന്തയുടെ ഇത്തരം പ്രസ്താവനകളിലൂടെ പുറത്തു വരുന്നത് എന്നൊക്കെയാണ് ആക്ഷേപം. അല്ല, അതിന് ആർക്കും പറയാമല്ലോ. എന്നെ കണ്ടാൽ കിണ്ണം കെട്ടെന്ന് തോന്നുമോ എന്ന് ചോദിക്കുന്നതിൻ്റെ കൂട്ടാണത്. ഒരാളിങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, അതിൻ്റെ ബേസിസ് എന്താണ്? അതിൻ്റെ ബേസിസ് എന്താ? ആരെ പറ്റി പറഞ്ഞൂടെ? ഇത് പറഞ്ഞൂടെ? ഞാൻ എൻ്റെ എന്താണ് 20 വയസ്സാകുന്നതിന് മുമ്പേ വാല് മുറിച്ച ആളാണ് ഞാൻ. ഞാൻ ഉണ്ണിത്താനാണ്. അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താനാണ്. എനിക്ക് അന്ന് ജാതി മതമൊക്കെ അപ്പം ഞാൻ കളഞ്ഞതാണ്. അപ്പോൾ എന്നെ ഇനി ജാതി പഠിപ്പിക്കാൻ ഞാൻ ജാതി വരി പിടിച്ചെന്ന് പറഞ്ഞാൽ അത് സംതിങ് റോങ് വിത്ത് ദം. ഇത് സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. പുതിയ ജനറേഷൻ്റെ അല്ലെങ്കിൽ പുതിയ തലമുറയുടെ പല കൺസെപ്റ്റും മനസ്സിലാകാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ സാർ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനിട്ടാണോ? കാരണം സാറിന്റെ പല സ്റ്റേറ്റ്മെന്റ്സിന്റെ മേളിൽ പുതിയ ജനറേഷൻ ഭയങ്കരമായിട്ട് എൻറേജ്ഡ് ആകുന്നുണ്ട്. ഭയങ്കരമായിട്ട് അവർക്ക് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനോട് ഇത് ചെയ്യുന്നെങ്കിൽ അത് നോട്ടീസ് ചെയ്യപ്പെടാനുള്ള അത്യാഗ്രഹമാണ്, വേറൊന്നുമല്ല. അതൊരു സവിൽ ബി നോട്ടീസ്ഡ്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ നടക്കുന്നത് വെള്ളി ആഷിഖ് അബു എന്നൊക്കെ പറയുന്ന ആളുകളാണ് ഇപ്പോൾ അവിടെ നിന്ന് പഠിപ്പിക്കുമെന്ന് പറയുന്നത്. അതെ. നമ്മളൊരു വളരെ ഒരു മെഡിറ്റേഷനും കൂടെ ഉണ്ടാകുന്ന ഒരു വർക്ക് ആവണം. അല്ലാതെ 4 പേര് ചേർന്ന് അടിപൊളി ഉണ്ടാക്കുന്ന സാധനമല്ല സിനിമ. ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറഞ്ഞുണ്ടാക്കുക സിനിമ ഉണ്ടാക്കുന്നത്. അതല്ല സിനിമ. അതുകൊണ്ടാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ പോകുന്നവരൊക്കെ നല്ല സിനിമ കാണണം. അവരെന്തോ ആഷിഖ് അബൂന്നവരെന്താ പഠിക്കാൻ പോകുന്നത്? ആരെങ്കിലും ഇല്ലാത്തൊരു പോട്ടെ, നമുക്ക് സർക്കാർ ജോലി വേണ്ടല്ലോ. സർക്കാർ ജോലി എന്ത് ജോലിക്ക് പോവും? സർക്കാർ ജോലിയാകുമ്പോൾ IAS ഡിഗ്രി IAS പാസ്സാവണ്ടേ? അത്രയൊന്നും മിടുക്ക് നമുക്കില്ലായിരിക്കും. അല്ല, ഒരു എക്സാമ്പിൾ പറയണം. സിവിൽ സർവീസ് പാസ്സാവണ്ടേ? LD ക്ലാർക്ക് അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പത്മനാഭൻ തന്നിട്ടുണ്ട്. അവിടുത്തെ LD ക്ലാർക്കായിട്ടിരിക്കേണ്ട ഒരു ഗതികേട് ഇതുവരെ വന്നിട്ടില്ല. മോശത്തിൻ്റെ ഒന്നുമില്ല.
അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അവിടെ പോയി ഓരോരുത്തരെ മുമ്പ് യെസ് സർ നോ സർ എന്ന് പറഞ്ഞു നിന്ന് അതിൽ മോശമൊന്നുമല്ല, മോശമെന്നോ അതൊരു അപമാനമാണോ ആ രീതിയിലല്ല. അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. വൈ ഷുഡ് ബി, അത്രയേ ഉള്ളൂ. അതിൻ്റെ ആവശ്യമില്ല. എന്തിനു വേണം? ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതോ അതിൻ്റെ അപ്പുറത്തോ, ഇപ്പം അതിൻ്റെ ഒരു ആവശ്യം ഞങ്ങൾ കാണുന്നില്ല. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് അതിന് ആവശ്യമില്ല. അപ്പോൾ വേറെ ആരെങ്കിലും അത് ആവശ്യമുള്ളവർക്ക് കിട്ടിക്കൊണ്ട് പോട്ടെ. ജനാധിപത്യം വന്നതിന് ശേഷം ഒരുപാട് മുഖ്യമന്ത്രിമാർ നമുക്കുണ്ടായിട്ടുണ്ട്. അവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? ആരെങ്കിലുമായിട്ട് പ്രത്യേകിച്ച് അടുപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ചിലരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു, ചിലരുമായിട്ടൊരു ബന്ധവുമില്ല. നല്ല ബന്ധമുള്ളത് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ല ബന്ധമായിരുന്നു അദ്ദേഹമായിട്ട്. പിന്നെ ആരാ? യെസ് കരുണാകരനുമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പരിധിവരെ ഈവൻ ഇ.കെ. നായനാർ, അദ്ദേഹം ഇവരെ പോലെ അല്ല, ബട്ട് ഈവൻ ദെൻ. പിന്നെ ആരൊക്കെയൊന്നും എനിക്കിപ്പോൾ അങ്ങനെ ഓർമ്മ വരുന്നില്ല. പലരുമുണ്ട്. ഇപ്പോൾ ഒരു ദിവസം പൊറോട്ട കഴിച്ചിട്ട് ഒരു ദിവസം ബീഫ് കഴിച്ചിട്ടൊന്നും ക്യാൻസർ ഉണ്ടാകാൻ പോകുന്നില്ല, അത് ഇല്ല. പക്ഷെ അതേ സമയത്ത് ഇഫ് യു ആർ ഓൺ ഇറ്റ് കണ്ടിന്യൂസ്ലി, വേറെ ഇപ്പം നമ്മുടെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എക്സ് ന്യൂജൻ, ഞാൻ പറയാം ന്യൂജൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെപ്പോഴും ഉടനെ ക്വസ്റ്റ്യൻ എന്താ അറിയാം, വെസ്റ്റേണേഴ്സ് ദേ ടേക്ക് ഈവൻ മോർ മീറ്റ് ദൻ അസ് അല്ലേ, ബട്ട് ദേ ഡോണ്ട്. പക്ഷേ എന്താ പറയുക, സായിപ്പ് എന്ത് കഴിച്ചില്ലെങ്കിലും സായിപ്പിന് സാലഡ് ഉണ്ടാവും, സായിപ്പ് എല്ലാ ഫ്രൂട്ട്സും കഴിക്കും. സായിപ്പ് ഒന്നും കഴിക്കാതെ സായിപ്പ് മറ്റൊന്നും കഴിക്കാൻ പോകുന്നില്ല. ഹി കവേഴ്സ് എവറിത്തിങ്. മനസ്സിലായില്ല? നമുക്ക് സാലഡ് ഇല്ല, നമുക്ക് സാലഡും ഇല്ല, നമ്മൾ പഴം ആപ്പിൾ കഴിക്കാൻ വേണ്ടി നമ്മൾ ആപ്പിൾ വാങ്ങിച്ച് കഴിക്കാറുമില്ല, അങ്ങനെ കഴിക്കാൻ നമുക്ക് പരിപാടിയൊന്നുമില്ല. അപ്പം നമുക്ക് പക്ഷേ ഇതൊക്കെ ഉണ്ടായ സാധനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കുണ്ടായിരുന്ന അവിയലൊക്കെ ആയിരുന്നു, അവിയൽ തോരനൊക്കെ ആയിരുന്നു. അവിയലെടുത്ത് കേൾക്കോട്ടെ എവറിത്തിങ്. നമുക്ക് മഞ്ഞളുണ്ട്, നമുക്ക് കരിവേപ്പിലുണ്ട്, നമുക്ക് ഫൈബേഴ്സ് ഉണ്ട്, നമുക്ക് കിഴങ്ങ് കറികളുണ്ട്. പക്ഷെ നമ്മൾ വിചാരം നമുക്ക് അപ്പം നമ്മൾ ഇപ്പോൾ അവിയൽ കഴിക്കുകയില്ല, നമ്മൾ അതിൻ്റെ പകരം ഇത് കഴിക്കുക കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറി കഴിക്കുക, നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് സാലഡ് നമ്മൾ കഴിക്കുകയില്ല. ദാറ്റ് ഈസ് വെയർ വി വെൻറ്റ് റോങ്. അതുപോലെ തന്നെ നമ്മൾ വി ആർ ഓൺ ഇറ്റ്. ശരിക്കും പറഞ്ഞാൽ അതാണ് മേജർ ഇഷ്യൂ. ഇപ്പം നമ്മളത് കഴിക്കുന്നതോടല്ല, പക്ഷേ അതേ സമയത്ത് നമ്മുടെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള സാധനം നമ്മൾ കഴിക്കാൻ പറ്റുകയും കൂടെ വേണം, കഴിക്കുകയും വേണം. ആൻഡ് അറ്റ് ദി സെയിം ടൈം നമ്മളിപ്പോൾ കഴിച്ചു എന്നുള്ളത് ഒരു ദിവസം കഴിച്ചു അല്ലെങ്കിൽ 2 ദിവസം കഴിച്ചു ഞാൻ മനസ്സിലാൻ വന്ന് കഴിക്കുന്നു, ഒന്നും ഇഷ്യൂസ് ഒന്നുമില്ല, അതിനകത്ത് ഒന്നും പറയാം, അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. ബിക്കോസ് ആ ഒരു ഡോസ് കഴിച്ചുകൊണ്ട് മാത്രം. പക്ഷേ സ്മോക്കിങ് അങ്ങനെയല്ല. സ്മോക്കിങ് നമ്മൾ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദാറ്റ്സ് എൻ ഓട്ടോമാറ്റിക് ചെയിൻ. അതിൻ്റെ ഒരു സ്റ്റാർട്ട് ഇപ്പോൾ പലരും വന്ന് പറയില്ല, ഞാൻ ഇപ്പം നമ്മൾ ലങ് ക്യാൻസറിൻ്റെ വന്നാൽ ചോദിച്ചാൽ വലിക്കുക, ഞാൻ വലിക്കാറില്ല സാർ, വലിക്കാറില്ല. അപ്പോഴത്തേക്ക് മോള് പറയും, അല്ല സാർ പണ്ട് വലിക്കായിരുന്നു. പണ്ട് വലിക്കുക കഴിഞ്ഞാൽ ഈ 1 മാസം മുമ്പ് വരത്തെ കഥയൊക്കെയാണ്, അല്ലെങ്കിൽ പക്ഷേ ആ ഒരു 2 വർഷം 3 വർഷം നമ്മൾ വലിച്ചു വിട്ടാൽ മതി, പിന്നെ ദാറ്റ് ടേക്സ് ഇറ്റ്സ് ഓൺ ആക്ഷൻ. അതുകൊണ്ട് അവിടെ നിന്ന് നമുക്കൊരു ആ ഒരു ഗ്രിപ്പ്, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സ്മോക്ക് ചെയ്യുന്നത് പറയുന്നതാണ്. പക്ഷേ അതേ സമയത്ത് ഈ സംബഡി സ്റ്റോപ്പ് സ്മോക്കിംഗ് നിർത്തുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരാളെക്കാളും ബെറ്ററാണ്. പക്ഷെ ഒരിക്കലും വലിക്കാത്ത ഒരാളുടെ സെയിം ഇക്വേഷനിലേക്ക് വരില്ല. ദേ വോണ്ട് കം, ബിക്കോസ് ദാറ്റ്സ് ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ ഇഷ്യൂസ്. നമ്മളതൊക്കെ അപ്പം നമ്മൾ മാറാൻ തയ്യാറല്ല. നമ്മൾ കഴിച്ചിട്ടുള്ള സാധനം നമ്മൾ കഴിക്കുന്നില്ല അല്ലേ. നമ്മൾ സാധനം ഇപ്പം ഞാൻ എക്സാമ്പിൾ വരാം. നമ്മൾ എത്ര പേര് ധൈര്യത്തോടുകൂടെ കുട്ടിക്ക് സ്കൂളിലേക്ക് പിണ്ടിത്തോരം കൊടുത്തുവിടും. സ്കൂളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കാലം കണ്ടാൽ കളിയാക്കും, ഇൻക്ലൂഡിങ് ടീച്ചേഴ്സ്. ഈ പിണ്ടിത്തോരനൊക്കെയാണ് നീ കഴിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇറ്റ്സ് എ ഹൈ ഫൈബർ കണ്ടൻറ്റുള്ള സാധനമാണ്, ചീര. അപ്പോൾ നമുക്ക് ഇതൊക്കെ വി ആർ നോട്ട് ടേക്കിങ് ഇറ്റ്. ആണ് മറ്റൊരു പ്രശ്നം അതുകൊണ്ട് നമ്മൾ പണ്ട് കഴിച്ചിട്ട് ലിസ്റ്റ് ഓർമ്മയെടുക്കാൻ ഓരോ ലിസ്റ്റിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളുണ്ട്. അതിലൊക്കെ ദർസ് എ ഡെഫിനറ്റ് കണ്ടന്റ്, നോയിങ്ലി ഒരു അൺനോയിങ്ലി. ഇപ്പം നമ്മൾ മഞ്ഞൾ കഴിക്കാൻ വേണ്ടി നമ്മൾ പോയി മഞ്ഞൾ വാങ്ങിച്ച് കഴിക്കുക, ബിക്കോസ് യു ആർ നോട്ട് യൂസിങ് ഇറ്റ് റെഗുലർലി. അപ്പം സായിപ്പിന് മഞ്ഞൾ കഴിക്കാൻ വേറെ ഇല്ല, മഞ്ഞൾ വാങ്ങിച്ച് കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ അതിനെ കഴിച്ചാൽ മതി. നമുക്ക് ഇഷ്ടംപോലെ എല്ലാ സാധനത്തിലും മഞ്ഞളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ടോട്ടൽ ചേഞ്ച് വന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഒരു പാർട്ട്. അതാണ്, അതായത് ഹൗ യുവർ ഡയറ്റ് ഹാസ് ഗോൺ റോങ് എന്നുള്ളത്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ഒരു ഹിന്ദുത്വ ഫോഴ്സിനെതിരെയാണ്. അപ്പോൾ ഹിന്ദുത്വ ഫോഴ്സിനെതിരെ മത്സരിക്കുമ്പോൾ ഒരു മുസ്ലിം ലീഗിന്റെ സപ്പോർട്ടോടുകൂടെ വിജയിച്ചു വരുന്ന കാൻഡിഡേറ്റ് എന്ന രീതിയിലാണ് അദ്ദേഹം ഡൽഹിയിൽ പോർട്രേ ചെയ്യപ്പെടുന്നത്. അവിടെയാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ റെലവൻ്റ് ആകുന്നത്. അതൊക്കെ ഇങ്ങനെ കുത്തിത്തോണി ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഈ സാമുദായികവും പിന്നെ അതിൻ്റെ കണക്കും ഒക്കെ തികയുന്ന പോലെ ചികഞ്ഞുണ്ടാക്കുന്ന ഗവേഷണങ്ങൾ പല ബോഡിയിലും നടക്കുന്നുണ്ട്.
അതെങ്ങനെ കൊണ്ടുവന്നാലും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ വിലപ്പോകുന്ന വിജയിക്കുന്ന ഒരു ഏർപ്പാടാണ് എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം. ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ കാലത്താണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കർണാടകയോടുകൂടി അത് മാറിയിട്ടുണ്ട്. വളരെ വ്യക്തമായി പ്യുവർ സെക്യുലറിസം പറഞ്ഞിട്ടാണ് കോൺഗ്രസ് ജയിച്ചത്. നേരത്തെ ഉത്തരേന്ത്യയിലൊക്കെ മൃദു ഹിന്ദുത്വമാണ് അവരുടെ നിലപാട്. തീവ്ര ഹിന്ദുത്വത്തിനെതിരെ മൃദു ഹിന്ദുത്വമായിട്ടാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ മത്സരിച്ചത്. അതുകൊണ്ടാണ് ദയനീയ പരാജയം ഏറ്റുവാങ്ങിയത്. ഇപ്പോൾ കർണാടകയിൽ അവർ പരീക്ഷിച്ചത് പ്യുവർ സെക്യുലറിസമാണ്. അതിലൊരു വമ്പിച്ച വിജയം നേടി. മധ്യപ്രദേശിലൊക്കെ ആണെങ്കിലും BJP ആണ് കോൺഗ്രസ് ആണോ എന്ന് തിരിച്ചറിയാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. മധ്യപ്രദേശിൽ കൃത്യമായിട്ട് നോക്കിയാൽ കമൽനാഥ് BJP നേതാക്കന്മാരെക്കാൾ ഹിന്ദുത്വ കാർഡ് ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പൊ കോൺഗ്രസ് മൃദു ഹിന്ദുത്വം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. ഉപേക്ഷിച്ചില്ലെങ്കിൽ അനുഭവം ഉണ്ടാവും. ഈ കോൺഗ്രസിലെ മുസ്ലിം പ്രാതിനിധ്യം അത് ഈ ലോക്സഭയായാലും നിയമസഭയായാലും മന്ത്രിസഭയായാലും അത് കൃത്യമായ പ്രാതിനിധ്യം ലീഗിനെ വെച്ചിട്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്യാറ്. അപ്പോൾ വാസ്തവത്തിൽ കോൺഗ്രസിന് ഈ മുസ്ലിം പ്രാതിനിധ്യം എന്നുള്ളത് അതൊരു പ്രശ്നമല്ലേ? കോൺഗ്രസ്സിൽ മാത്രമല്ല, പൊതുവേ നമ്മുടെ ഉദ്ബുദ്ധമാണ് എന്ന് വിശ്വസിക്കുന്ന കേരളത്തിൽ പോലും ജനസംഖ്യാനുപാതികമായി മുസ്ലിം സമുദായത്തിന് ഒരു കാലത്തും പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. അത് നിയമസഭയിലാണെങ്കിലും പാർലമെൻറ്റിലാണെങ്കിലും. മുസ്ലിം ലീഗിനും അതിനനുസരിച്ചുള്ള പ്രാതിനിധ്യം പലപ്പോഴും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഒരു ഫിലിം മേക്കർക്ക് ഇല്ലേ? എന്ത് കമ്മിറ്റ്മെന്റ്? ബിക്കോസ് സിനിമ എന്നൊരു മീഡിയം ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. വേറെ ഒരു പുസ്തകത്തെ പോലെ ഒന്നുമല്ല സിനിമയുടെ ഇൻഫ്ലുവൻസ്. ഒരു ജനറേഷനെ മോൾഡ് ചെയ്യാൻ തക്ക പവറുള്ള ഒരു മീഡിയമാണ് സിനിമ. അതുകൊണ്ടാണ് ഈ ചോദ്യം ഇങ്ങനെ വരുന്നത്. ഈ ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതാവുന്ന എവിടെയാണെന്ന് വെച്ചാൽ CPIM ആണ് കേരളം ഭരിക്കുന്നത്. ഇപ്പം CPIMൻ്റെ പ്രവർത്തകരായിട്ടുള്ള പലരും CPIM എന്ന് പറയുന്ന ആശയത്തിനോ പാർട്ടിയോ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് സിനിമ ചെയ്തിട്ടുണ്ട്. 10 പൈസയുടെ കച്ചവടം നടന്നിട്ടില്ല. ഒരു DYFIക്കാരനും പോവില്ല. അങ്ങനെ പ്രൊപ്പഗൻഡയ്ക്കൊന്നും പോയിരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പുള്ള ഒരാൾ ചെയ്യുന്ന സിനിമയ്ക്ക് ഈ മാർക്സിസ്റ്റുകാരും DYFIക്കാരോട് ഇറങ്ങിയാൽ പോലെ വലിയ ലാഭത്തിലെത്തിക്കുക അവർക്ക് പോകുന്നുണ്ട്. അതിനെക്കുറിച്ചല്ല, സിനിമയുടെ ഇൻഫ്ലുവൻസിനെ ഈ ഇൻഫ്ലുവൻസ് ഇല്ലെന്ന് ഈ സിനിമയ്ക്ക് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനേ പറ്റില്ല. ഒരു മാസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. പറ്റും എന്ന് നിങ്ങൾ തോന്നുന്നു വളരെ വിഡ്ഢികൾ ഒരു ചെറിയ ശതമാനമുണ്ട്. നരസിംഹം എന്നുള്ള സിനിമ കഴിയുമ്പോൾ തിയേറ്ററിൻ്റെ ഇൻ്റർവെല്ലിന് പുറത്ത് അടി നടക്കുന്നു. കാരണം ഇറങ്ങി വരുന്നവൻ്റെ ഉള്ളിൽ മോഹൻലാല ചായ മര്യാദ അടി. ഇവൻ മോഹൻലാലെ അകത്ത് കൊണ്ട് കൊണ്ടുവന്നിരിക്കുക. രണ്ടെണ്ണം കിട്ടുമ്പോൾ അവന് മനസ്സിലാവും. വലിയ സമൂഹത്തിൽ നിങ്ങൾ ഈ പറയുന്ന വിഷയങ്ങളെ അവർക്ക് വേണമെങ്കിൽ അത് അവർ സിനിമയിൽ ഒന്നും സ്വീകരിക്കില്ല. 101% ഞാനതിനകത്ത് അടിയിൽ എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുകയില്ല. സ്വാനുഭവത്തിൽ നിന്നും തൻ്റെ ചുറ്റുമുള്ള ജീവിതത്തിൽ നിന്നും മാത്രമേ അവൻ ഇൻഫ്ലുവൻസ്ഡ് ആവുള്ളൂ. സിനിമ അവൻ കാണുന്ന വേറൊരു കാര്യത്തിനാണ്. BJPക്ക് വേണ്ടി പ്രസംഗവും അധിക പ്രസംഗവും നടത്തുന്ന സുരേഷ് ഗോപി വിവരക്കേട് ഒരുപാട് പറയുന്നുണ്ട്. ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പറയുന്നത് ആളുകൾ ചിരിച്ചു തള്ളും. അവൻ്റെ ഒരു സിനിമ അറിയില്ല, ഗരുഡൻ. ആ തിയേറ്ററിൽ വലിയ വിജയമല്ലെങ്കിലും വിജയമായി. അവനത് DYFIക്കാരില്ലേ കാണാൻ, മുസ്ലിം ലീഗുകാരില്ലേ, അത് സിനിമയുടെ കാണുന്നത്. അത്രയേ ഉള്ളൂ. ഈ മൈക്രോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിഷയമുണ്ട്. ഇതിപ്പോൾ കാതൽ വന്നു. കാതലിനകത്ത് സെക്ഷുവാലിറ്റിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇതുപോലുള്ള സിനിമകൾ വേണം എന്ന് തോന്നിയിട്ടുണ്ടോ? സുഹൃത്തെ, അങ്ങനെ ഒരു സിനിമ ഒരു കാതലിൽ തുടങ്ങുന്നല്ല. നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് IV ശശിയും T ദാമോദരനും എഴുതിയ ഒരു സിനിമയിൽ മമ്മൂട്ടി ഗൾഫിൽ വരുമ്പോൾ പെങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ പ്രശ്നം? അളിയെ ഹോമോസെക്ഷലാണ്. ഈ വിഷയം അന്ന് സംസാരിച്ചിട്ടുണ്ട് ഇവിടെ. അതായത് ഡൽഹി നായരെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ ലോകപരിചയവും ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വിശ്വപൗരനാണ്, ഒരു കേരളീയനാണെന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് എന്താ പറഞ്ഞു, അല്ലാതെ സത്യമാണ്. ഇത്രയും അറിവുള്ള ഒരു മനുഷ്യൻ
ആരുണ്ട്? അതുകൊണ്ട് എനിക്ക് അങ്ങനെ രാഷ്ട്രീയമൊന്നുമല്ല കേട്ടോ. ഇന്ത്യയുടെ പോലും പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കാൻ യോഗ്യതയുള്ള ആളാണ്. പക്ഷേ കൂട്ടത്തിൽ നിൽക്കുന്നതും സമ്മതിക്കാനും പിന്നെ എന്താ ചെയ്യാൻ? അധോഗതി എന്നല്ലാതെ വല്ലതും പറയാനുണ്ട്. എനിക്ക് അതായത് തിരുവനന്തപുരത്ത് വന്ന് മത്സരിച്ചല്ലോ. മത്സരിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് പിന്നെ കോൺഗ്രസ്സുകാർ തന്നെ ആയിട്ട് എൻ്റെ ഒരു മത്സരം ഉണ്ടായിരുന്നു. പുള്ളിക്ക് കോൺഗ്രസ് പോലും അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളത് പറഞ്ഞ് ഡൽഹി നായർ എന്നാണ് പറഞ്ഞത്. Modi is as a person he is a good leader. അദ്ദേഹം ആ ലീഡർഷിപ്പ് വളർത്തിയെടുക്കാനായിട്ട് വളരെയേറെ പരിശ്രമിച്ചു. അത് വിജയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പ് ഇൻ്റർനാഷണലായിട്ട് അദ്ദേഹം വളർത്തിയെടുത്തു. ഇവിടെയും അദ്ദേഹം ആരുമായിട്ടും ഏറ്റുമുട്ടലിന് പോയില്ലല്ലോ. ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുമായിട്ട് ഏറ്റുമുട്ടലിന് പോയിട്ട് ജയിക്കാനല്ലല്ലോ നോക്കുന്നത്. നേതൃത്വപരമായിട്ടുള്ള പ്രാഗൽഭ്യം വളർത്തിയെടുത്തിട്ടല്ലേ വിജയിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള നേതൃത്വത്തിൽ അദ്ദേഹം വളർന്നു വന്നിരുന്നതുകൊണ്ടും എന്താ പറയുന്നത്, വെൻ ദർ ഈസ് സെക്യൂരിറ്റി ഫീലിംഗ് ഫോർ ദ പീപ്പിൾ, മറ്റ് ചില പിഴവുകളുണ്ടെങ്കിൽ പോലും അതെല്ലാം മറക്കും ജനം, അതിൽ ഉറച്ചു നിൽക്കും. ഇപ്പം സെക്യൂരിറ്റി ഫീലിംഗ് അവരത് സെൻട്രൽ ഗവൺമെൻറ് അതായിരുന്നു. രാജ്യം ഒന്നാണ്, രാജ്യത്തിന് മറ്റ് രാജ്യങ്ങളുടെ മുന്നിൽ ഖ്യാതിയുണ്ട്, രാജ്യത്തെ ഒന്നാകെ കണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് മോദിജി തീർച്ചയായിട്ടും ഹൈന്ദവ മതവിശ്വാസിയാണെന്നും ഹൈന്ദവ മതമാണ് അദ്ദേഹം കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതെന്നും എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹം നോർത്ത് ഈസ്റ്റിലെ ഒരു മന്ത്രിസഭയുടെ, അത് മണിപ്പൂറായിരുന്നു, എൻ്റെ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പോയിരുന്നിട്ട് അവിടുത്തെ ആളുകളെ ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ട് പാട്ടുകൾ പാടി ബൈബിൾ വായനയൊക്കെ നടത്തിയാണ് മന്ത്രിസഭയെ സത്യപ്രതിജ്ഞ ചെയ്ത്. അദ്ദേഹം മുഴുവൻ സമയം അവിടെ ഇരുന്നു. അപ്പോൾ ദാറ്റ് ഈസ് എ ലീഡർഷിപ്പ്. അതാ ക്രൈസ്തവ സഭയുടെ മനോഭാവം അത് തന്നെയാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും എല്ലാവരുടെയും പിതാവുമാണ് ദൈവമെന്ന് വിശ്വസിക്കുന്നവരാണ് ക്രൈസ്തവർ. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മനുഷ്യരെയും കാണാൻ സാധിക്കണം. ക്രൈസ്തവരെ മാത്രമല്ല, എല്ലാവരെയും. അപ്പോൾ ആ ഒരു സാഹോദര്യം സൃഷ്ടിക്കാനായിട്ട് അദ്ദേഹം ഹൈന്ദവ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ പരിശ്രമിക്കുന്നുണ്ട്. And the police behavior generally, I cannot pinpoint. I cannot say exactly what the reason is, because one of the reasons that the leftists often put forward is that a lot of RSS people have entered the police. So that could be an excuse, and that could well be a reason also for because it can easily make the government unpopular. Not that I have bought it completely, but it is not impossible. Looking at the strategies of the Sangh, it is not impossible that a lot of them have got into the police force also, and they create problems here and there, so that the government, and especially as the chief minister is in charge of the home ministry also, he also gets a kind of bad name. So I am not saying that it is so, but that is one possibility. Otherwise, well, there are failures. There are failures, and I am because I have always believed and still believe that these rules like the UAPA must go. I mean, they have no place in a democratic society at all. Because I look not at the ministers, I look at the common people. And when I look at the common people who still have a lot of faith in the party, and sometimes it is a blind kind of faith, but still a faith in the party, believing that these are the people who stand for us and stand for justice. As long as those people are there, the party cannot go wrong beyond a point. There is a corrective force somewhere beneath.
So there are mistakes certainly, but it is still a force. In Kerala at least it is still a force, even though at the national level it may be a minor force, but in Kerala it is still a major kind of force, and people have faith in that. So they may keep them or reject them or again bring them, and that's what Kerala's people have been doing, and doing wisely, I would say, so that no party would become very arrogant. You know, even 2 terms can make a party very arrogant. So and 3 terms can destroy it, as we saw it in Bengal. So I keep saying and telling my comrades that, you know, so at least you should pray that next time you should not come to power. That will be the end of it. You know. It's sort of an idol worship of a leader, like as he said, in center and the state. No, that happened. You cannot blame the leader alone for that. You need also look at that. There is a kind of psychology of hero worship, which is at work in almost all the in all the parties. In all kinds of organizations, there is a kind of hero worship. I am not saying because I don't think that the leader is saying come and worship me, but people go and fall prostrate at his feet, and you cannot blame the leader for that. Because personality cult can be, that's all I can say generally, can be very harmful to especially a communist movement, as we saw in Stalin's time, because that is the best example of what you call a personality cult. And as long as the Marxist Party does not critique Stalin and Stalinism, there is this danger of the personality cult coming up in various forms and from various and even unexpected corners. So that is something one need to be worried about. സിൽവർ ലൈൻ പോലത്തെ ഒരു പ്രോജക്റ്റ് കേരളത്തിന് ആവശ്യമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഫ്യൂച്ചറിസ്റ്റിക് സിൽവർ ലൈൻ പോലെ എന്ന് എനിക്കറിയില്ല. എനിക്ക് അല്ലെങ്കിൽ എൻ്റെ അടുത്ത തലമുറയ്ക്കോ അതിൻ്റെ അടുത്ത തലമുറയ്ക്കോ മറ്റേത് രാജ്യത്തെയും മനുഷ്യർക്ക് യാത്ര ചെയ്യുന്ന അതേ സ്പീഡിൽ യാത്ര ചെയ്യാൻ അവകാശമുണ്ടെന്ന് എനിക്കറിയാം. ഒരു ചൈനക്കാരന് മണിക്കൂറിൽ 400 കിലോമീറ്റർ സ്പീഡിൽ യാത്ര ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്, അവനത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്കും അത് വേണം. ഇന്ത്യക്കാരനായിരുന്നു വിമാനം കണ്ടുപിടിച്ചതെങ്കിൽ അതിന് 200 കിലോമീറ്റർ സ്പീഡ് മതിയെന്ന് നിങ്ങൾ തീരുമാനിക്കുമായിരുന്നോ? ബോയിങ് വിമാനത്തിന് 800-900 കിലോമീറ്റർ സ്പീഡിൽ പറക്കുമ്പോൾ അതിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നില്ലേ? അപ്പോൾ വിമാനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എത്ര സ്പീഡായാലും കുഴപ്പമില്ല. മറ്റ് ഗതാഗത സംവിധാനത്തിന് വേണ്ടാന്ന് തീരുമാനിച്ചത് ഏത് വിദഗ്ധനാണെന്ന് എനിക്കറിഞ്ഞാൽ കൊള്ളാം. അടുത്ത വരുന്ന തലമുറകൾക്ക് 100 കിലോമീറ്റർ മതി സ്പീഡ് എന്ന് തീരുമാനിച്ച ആ ദീർഘദർശി ആരാണ്? പേര് പറയും. അതോ ഏതോ ഒരു മരമണ്ടൻ ഇരുന്ന് അയാളുടെ പറമ്പിൽ പോകാനും അയാളുടെ പാടത്ത് പോയി ഇറക്കാനും അല്ലെങ്കിൽ അയാളുടെ ആ പഞ്ചായത്തിൽ തന്നെയുള്ള പള്ളിക്കുടുത്തി പഠിപ്പിക്കാൻ പോകുന്ന ആൾക്ക് ഇനി ട്രെയിനിലും കയറിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് അയാൾ എടുത്തതാണോ അതിന് വരാനിരിക്കുന്ന തലമുറകളൊന്നും സ്പീഡിൽ യാത്ര ചെയ്യേണ്ടതെന്ന്? ഈ അതിനെ എതിർക്കുന്നവരുടെ ഒരു ഏജ് ഗ്രൂപ്പ് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. ഒരു 50+ അല്ലെങ്കിൽ 60+ ആയ ആളുകളാണ് ഈ പ്രോജക്റ്റിനെ ഏറ്റവും അധികം എതിർത്തത്. എന്നാൽ ഏറ്റവും അധികം സപ്പോർട്ട് കിട്ടുന്നത് യങ്സ്റ്റേഴ്സിനാണ്. ബിക്കോസ് ദേ ഫ്യൂച്ചറിസ്റ്റിക് ആണ് പ്രോജക്റ്റ് എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് കൊച്ചിയിലെ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് ജോലി, നാളെ നിങ്ങളെ കോഴിക്കോട് ഇന്ത്യൻ എക്സ്പ്രസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നിരിക്കട്ടെ. നിങ്ങളിവിടെ വീടും പണിതു, നിങ്ങളുടെ കുട്ടികളെ ഇവിടെ സ്കൂളിലും ചേർത്തു, ഭർത്താവിന് ഇവിടെ തന്നെ ആണ് ജോലി. നിങ്ങൾക്ക് രാവിലെ ട്രെയിനിൽ കയറി 1.5 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് കോഴിക്കോട് പോയി ജോലി ചെയ്യാമെന്നും വൈകിട്ട് 1 മണിക്കൂർ കൊണ്ട് തിരിച്ചു വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ലാഭം ഈ വീടെല്ലാം വിറ്റ് വേറെ വീടും വെച്ച് കുട്ടികളുടെ ട്രാൻസ്ഫറും മേടിച്ച് ഇതൊക്കെ അനുഭവിക്കുകയും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇടപെടുകയും ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ആവശ്യം മനസ്സിലാവുള്ളൂ. അല്ലാതെ സ്വന്തം വീടിൻ്റെ മുമ്പിൽ ഒരു പലചരക്കടയിട്ട് ഇരിക്കുന്നയാൾക്ക് ഇതിൻ്റെ ആവശ്യം വരില്ല. അല്ലെങ്കിൽ സ്വന്തം പഞ്ചായത്തിലെ പള്ളിക്കൂടത്തിൽ ജോലി കിട്ടിയ ഒരാൾക്ക് ഇനി എങ്ങോട്ടും പോകണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് ഈ വർത്തമാനം പറയുന്നത്. എൻ്റെ മക്കൾ നാളെ അങ്ങനെ ആവുമെന്ന് കരുതരുത്. ഇതാവശ്യമുള്ള ഗതാഗതം മനുഷ്യന് ആവശ്യമാണെന്നും അതിവേഗത്തിലെത്തേണ്ട മനുഷ്യൻ്റെ ആവശ്യമാണെന്നും തിരിച്ചറിയുന്ന തലമുറയാണ് അടുത്തത്. ഇതൊന്നും അറിയാത്ത രാജ്യങ്ങളാണോ ചൈന? അവിടെ എന്ത് 450 കിലോമീറ്റർ പോരാ, ഇപ്പോൾ 600 കിലോമീറ്റർ ആക്കാൻ വേണ്ടി അവർ മത്സരിച്ചുകൊണ്ടിരിക്കുക. ട്രെയിനിൻ്റെ സ്പീഡ് 450 ഇപ്പോഴത്തെ സ്പീഡ്. ചൈനയായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നതെന്നൂടെ ഓർക്കണം. നമ്മളുടെ വീരസ്യം പറയുന്നതെല്ലാം ചൈനയായിട്ട് നമ്മൾ മത്സരിക്കുന്നതാണല്ലോ. ചൈനയെ നമ്മളിപ്പോൾ ഉടനെ പുറകിലാക്കുന്ന ഏത് കാര്യത്തിൽ? അവർക്ക് യാത്രയും കൂടെ ചെയ്യണ്ടേ ഇനി? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ സിൽവർ ലൈനിനോ ഗോൾഡൻ ലൈനിനോ ഒന്നുമല്ല ഞാൻ അനുകൂലിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നത്. എനിക്ക് വേണ്ടത് സ്പീഡ് വേണം.
നല്ല കംഫർട്ടബിളായ ട്രാവൽ വേണം, സുരക്ഷിതമായ ട്രാവൽ വേണം, സ്പീഡിൽ എനിക്ക് എത്തണം, എത്തിയേ പറ്റൂ. എനിക്ക് നല്ല ഇനി വരിക്കുന്ന എല്ലാ തലമുറയ്ക്കും വേണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനകത്ത് അഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 1 മണിക്കൂർ കൊണ്ട് എനിക്ക് തിരുവനന്തപുരത്ത് എത്താൻ പറ്റണം, 1 മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ നിന്ന് എനിക്ക് കോഴിക്കോട് എത്താൻ പറ്റണം, 1.5 മണിക്കൂർ കൊണ്ട് എനിക്ക് കണ്ണൂർ എത്താൻ പറ്റണം. അതാണ് ഇന്ന് ലോകത്തിൻ്റെ സ്പീഡ്. അതാണ് ഇന്ന് ലോകത്ത് എല്ലായിടത്തും ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഹൈസ്പീഡ് ട്രെയിനിൻ്റെ സ്പീഡ്. അതാണ് ചൈനയിലതാണ്, യൂറോപ്പിലതാണ്, ജപ്പാനിലതാണ്. നമുക്ക് മാത്രം ഇത് വേണ്ടേ? അച്ഛൻ ഈ കമ്മ്യൂണിസത്തിൻ്റെ പശ്ചാത്തലമായിരുന്നു. അച്ഛനൊരു കളരി അഭ്യാസം കൂടിയായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ കതിരൂർ ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ആഴ്ചയിൽ 2 ദിവസം നമ്മളും കളരി പഠിച്ചിട്ടുണ്ട്. അവിടെ ഒരു സബ്ജക്റ്റായിരുന്നു, വിഷയമായിരുന്നു അവിടെ ആ സ്കൂളിൽ. അപ്പം കളരിയുടെ ഒരു വടക്കൻ പാട്ടിലൊക്കെ പറയുന്ന കതിരൂർ ഗുരുക്കളൊക്കെ ഇല്ലേ, അത് ഞാൻ ആ ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അതുപോലെ ഞാൻ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ഞാൻ വിചാരിച്ചത്. അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ആ പാരമ്പര്യമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ മഹാത്മാഗാന്ധിയെ പറ്റിയിട്ടൊക്കെ ഞാൻ കേൾക്കുന്ന അപ്പോഴാണ്. മട്ടന്നൂർ. അവിടെ അമ്മയുടെ അച്ഛനും അമ്മയുടെ ആങ്ങളമാരും അതായത് അമ്മാമ്മമാരും എല്ലാം കോൺഗ്രസ്സാണ്. ഞാൻ കോളേജ് ചേർന്നിട്ട് 1 കൊല്ലം KSUക്കാരനായി. ഇമ്മീഡിയറ്റ് മാറി. എനിക്കൊരു ബോധമില്ല, എന്ത് വേണമെങ്കിൽ ആവും. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരെന്നെ സ്ഥിരമായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ KSUക്കാരനായിരിക്കുമ്പോൾ തന്നെ അവൻ ABVP-കാരനായിരുന്നു. അടുത്ത കൊല്ലം ഞാൻ ABVP ആയി. അതായത് ഞാൻ ഈ ABVPക്ക് പിന്നെ രക്ഷാബന്ധനൊക്കെ കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതും കിട്ടിയിട്ട് ആദ്യമായിട്ട് എൻ്റെ നാട്ടിലിറങ്ങിയ ഒരാൾ ഞാനാണ്. കംപ്ലീറ്റ് കമ്മ്യൂണിസ്റ്റ് നടുവിൽ പിന്നെ ഈ ചരണം കിട്ടിയിട്ട് ഇറങ്ങിയപ്പോൾ എല്ലാവരും ഭയങ്കര പ്രശ്നമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരനെ അച്ഛൻ്റെ മകൻ ഈ രക്ഷാബന്ധനം കിട്ടിയിട്ട് അപ്പോൾ ആൾക്കാരൊക്കെ എന്തിനാ ഇത് ഇങ്ങനെ വട്ടായോ എന്നൊക്കെ ഉള്ള മട്ടിൽ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുത്തരം എൻ്റെ സുഹൃത്ത് തന്നെ എന്നെ വിളിച്ച് വിരലിങ്ങനെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് എന്നോട് പറഞ്ഞു, എന്ത് മണ്ണം കെട്ടിയിരിക്കുന്നത്, പൊട്ടിക്കാൻ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇത് പൊട്ടിക്കുന്നത് നിന്നെ കൊല്ലുന്ന പോലെ നീ വിചാരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് കൈ വലിച്ചു. എനിക്ക് ഭ്രാന്താന്ന്, ഏതിൻ്റെ അത് പോയാലും ഭ്രാന്ത.